മൊത്തത്തിൽ കോൺഗ്രസിൻ്റെ ആ മുഖ്യമന്ത്രി ചർച്ച തന്നെ ഒരു തരം ഫേക്ക് നരേറ്റീവിൻ്റെ പുറത്തായിപ്പോയി. ഇപ്പോൾ സോഷ്യൽ മീഡിയ നരേറ്റീവിൻ്റെ പുറത്താണ് സതീശനും പൂക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വാട്ട് എ ചീപ്പ് തിങ് ഫോർ എ ചീഫ് മിനിസ്റ്റർ ടു ഡു. ശരി, സോഷ്യൽ മീഡിയ യങ് ജനറേഷൻ അത് ആഘോഷിക്കുന്നുണ്ടാവും, പക്ഷേ അതൊക്കെ ഒരു മുഖ്യമന്ത്രിക്കുള്ള സർട്ടിഫിക്കറ്റായിട്ട് മുഖ്യമന്ത്രി തെറ്റിദ്ധരിക്കരുത്. ഈ വോട്ടേഴ്സ് മുഴുവൻ ജെൻസി ഒന്നുമല്ല. ജെൻസി വോട്ടർമാർ എത്ര പേരുണ്ട്, അവരെത്ര പേര് വോട്ട് ചെയ്തിട്ടുണ്ട്, എത്ര പേര് കേരളത്തിന് ഉള്ളിലുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ക്രൗഡൊക്കെ കേരളത്തിന് ഉള്ളിലുള്ളവരാണ്. ഇതൊക്കെ വലിയ പ്രശ്നം. ഈ ഓപ്റ്റിക്സ് വെച്ചാണ് പിണറായി വിജയനെ തോൽപ്പിച്ചത്. പിണറായി വിജയൻ്റെ പാർട്ടിയിൽ നടക്കുന്നത് നോക്കുക. അവരെ എല്ലാവരുടെയും പരാതി എന്താ? പിണറായി വിജയൻ്റെ ധാർഷ്ട്യം. ഇപ്പോൾ പിണറായി വിജയൻ്റെ മറുപടി ഏതെങ്കിലും ഒരു ദിവസം വരും. അതിൽ പിണറായി വിജയൻ പറയും, ശരി, തോറ്റതിൻ്റെ കാരണങ്ങൾ, ഒന്ന് എൻ്റെ ധാർഷ്ട്യം, അടുത്തതെന്താ? അല്ല, അത് ആ ഇരിപ്പ് ശരിയല്ല. ശരി, അത് ധാർഷ്ട്യത്തിൽ പെടുന്നതാണല്ലോ. അല്ല, പത്രക്കാരോട് വളരെ റഫായിട്ട് പെരുമാറുന്നു, അതൊക്കെ ധാർഷ്ട്യത്തിൽ പെടുന്നതാണല്ലോ. വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയും, അത് ധാർഷ്ട്യമാണല്ലോ. അത് അടുത്ത കാര്യം പറ. ഇല്ല. എനിക്ക് അത്ഭുതം തോന്നുന്നു, CPM-നുള്ളിൽ നടക്കുന്ന ചർച്ചയിൽ മുഴുവൻ ഓപ്റ്റിക്സാണ് വിഷയം. പിണറായി വിജയൻ്റെ നടപ്പ് ശരിയായില്ല, MV ഗോവിന്ദൻ കണ്ണാടി നോക്കണമെന്ന് മകൻ പറഞ്ഞു, മുടി ഡൈ ചെയ്തില്ല, എവറിത്തിങ് ഈസ് ഓപ്റ്റിക്സ്. കാഴ്ച പിണറായി വിജയൻ്റെ നയം, നിലപാട്, അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ പോരായ്മ, ഇതൊക്കെ കൊണ്ട് കേരളത്തിന് ഇത്ര ദോഷം വന്നു, അതൊന്നും പാർട്ടി ശ്രദ്ധിച്ചില്ല. ഇതല്ലേ ഒരു കുറ്റാരോപണമായിട്ട് പറയേണ്ടത്. അല്ലാതെ പിണറായി വിജയൻ നടക്കുമ്പോൾ ഒരു ഗുമ്മില്ല എന്നൊക്കെ പറയുന്നത്, ഗുമ്മില്ലായിരിക്കാം, 19 വയസ്സായ മനുഷ്യനാണ്, എന്ത് ഗുമ്മുണ്ടാകാനാ ഇനി? ഇപ്പുറത്ത് VD സതീശൻ്റെ പേരിലും പൂക്കി പീക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണ് നടക്കുന്നത്. ആരും കാര്യമായ കാര്യങ്ങളെ കാണുന്നില്ല.